വോട്ട് മേടിക്കാൻ വന്നപ്പോ അവര് പറഞ്ഞ് കറണ്ട് വയറിങ് ചെയ്ത് തരാം, വീട് വൃത്തിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെല്ലാം കൊണ്ടുപോയവര്. ഇരുട്ടിനകത്ത് ഞാൻ ചോറുണ്ണുന്നത്, തീ കത്തിച്ച് ഞാൻ ചോറുണ്ണുന്നത്. ഇപ്പം രാത്രി ഞങ്ങൾക്ക് മണ്ണെണ്ണയില്ല. അതാ അടുക്കള. അതുകൊണ്ടോ ആ മരത്തിന്റെ വീട്ടിൽ ആന വന്ന് യാത്ര ചെയ്യുന്നത്. ഇതിന്റെ അകത്തൂടെ പോയി അകത്തൂടെ വരും. ഇതിന്റെ അകത്ത് കയറി ആന ഇതിലേ വരും. ഈ വട്ടയുടെ ഇടയ്ക്കൂടെ ലൈറ്റിന്റെ ഈ ടോർച്ചിന്റെ വെട്ടം കൊണ്ടാണ് ആനയെ കാണുന്നത്. എനിക്ക് പോണ്ടേ, ആനക്കട ഒക്കത്തില്ലല്ലേ, ഓട്ടിക്കാൻ ഒക്കത്തില്ല. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ യാത്രാ കാഴ്ചയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആര്യങ്കാവ് പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ്. എന്റെ കൂടെ ഒപ്പം ഉള്ളത് ബാലൻചേട്ടനും യശോദ ചേച്ചിയാണ്. ഞാൻ 1 കിലോമീറ്റർ വനത്തിലേക്ക് യാത്ര ചെയ്തെത്തിയ സ്ഥലമാണ്. ഇവിടെ വഴിയൊന്നുമില്ല, കുറെ കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇവർ മലമ്പണ്ടാര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. 2015 വെച്ച വീടാണ്. പക്ഷേ ഈ വീട് പട്ടയമൊന്നുമില്ല, കൈവശരേഖ മാത്രമേ ഉള്ളൂ. ഈ വീടിന് മുന്നിൽ വരെ പോസ്റ്റും ലൈനും എല്ലാം ഉണ്ട്. പക്ഷേ ഈ 10 വർഷത്തിലേറെ ആയിട്ടും ഇവർ വീട്ടിൽ മീറ്റർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇവർക്ക് കറണ്ട് ഇല്ല. അപ്പോൾ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനത്താണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ യാത്രാ കാഴ്ചകളിൽ നമ്മൾ ആര്യങ്കാവ് പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്നാണ് നിങ്ങൾക്ക് തരുന്നത്. ബാലൻചേട്ടന്റെ യശോദ ചേച്ചിയുടെ വീടാണ്. ഒരു അടിസ്ഥാന സൗകര്യം ഇല്ലാത്തൊരു വീടാണ്. ഒരു പൈപ്പ് കണക്ഷൻ മാത്രമേ ഉള്ളൂ. വീട്ടിൽ കറണ്ട് ഇല്ല. ഇപ്പോഴും മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഈ കാഴ്ച. ഇതിനകത്ത് ആന ഇവിടെ നിന്നപ്പോ ഞങ്ങളെ ഒരുത്തിനെ പിടിക്കേണ്ടതായിരുന്നു. തലമുടിയൊക്കെ കയറി പിടിച്ചു, മുണ്ടെല്ലാം അഴിഞ്ഞു പോയി അവന്റെ. ഈ ഇതുപോലൊരു മരം ഇവിടെ ഉണ്ടായിരുന്നു. ഈ മരം മറിഞ്ഞു നിന്ന് അല്ലെങ്കിൽ ഞങ്ങള് ഇത് റബ്ബറിന്റെ കാവക്കാരാ അന്ന്, റബ്ബർ ബോർഡിന്റെ. അപ്പൊ അതുകൊണ്ട് ആ ആന ഓടിക്കാൻ വന്നപ്പോഴാ ഈ ചെറുക്കന്മാരെ ചെയ്യുന്നത്. ഇവിടെ വെള്ളം കുടിക്കാൻ പറ്റും. ഇതിലേ പോകുന്നതാണ്. ഈ വഴിയെ കൂടെ ആന തെങ്ങുണ്ടായിരുന്നു, തെങ്ങെല്ലാം എടുത്തോണ്ട് പോയി. ഇപ്പം ഇവിടെ കഴിഞ്ഞ മാസം 2 പാമ്പിനെ പിടിച്ചു. പാമ്പിന്റെ ശല്യം അതങ്ങനെ. ലൈറ്റ് ഇല്ല, ഒരു വഴിവിളക്കുണ്ട് ഞങ്ങളുടെ, അതേ ഉള്ളൂ അത്രയും. ഇതിലെ ആ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടൊക്കെ വരുന്നത്. പാമ്പ് ഇവിടെ വെച്ചാ കാണുന്നത് രാജവെമ്പല നടുവിടെ വെച്ച്. അത് പിന്നെ എഴഞ്ഞെഴഞ്ഞ് അങ്ങ് പോയിട്ട് ആറ്റി ചാടി. പിന്നെ പാത്രമാരും ഫോറസ്റ്റുകാരും എല്ലാം കൂടെ വന്ന് പലയിട്ട് പിടിച്ച് അതങ്ങ് താഴെ കൊണ്ടുവിട്ട്. എല്ലാ മൃഗം, പുലി ശല്യമുണ്ട്, പന്നി ശല്യം. ഈ പന്നി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ വീട്ടിൽ കോഴിയെ പോലും വളർത്താൻ ഒക്കത്തില്ല. ഇതൊക്കെ കൊള്ളാം, വരുമോന്ന് ഇവിടെ കയറി നിൽക്കുന്നത്. ഇവിടെ കയറി നിൽക്കും, ഇതിലേ വരും. ഞാൻ അവിടെ ഞാൻ കാണിച്ചു തരാം. ചെറുക്കൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ആന വന്ന് കയറി നിൽക്കുന്നതും ഞാൻ വരുന്നതും പിള്ളേരുടെ സെറ്റ് എല്ലാം വരും. ചോടെ ഉണ്ടോ ആ മരത്തിന്റെ വീട്ടിൽ ആന വന്ന് യാത്ര ചെയ്യുന്നത്. 2 മണിയായി. ഇന്നലെയും മിനിയാന്നും ഇതിന്റെ അകത്തൂടെ പോയി അകത്തൂടെ വരും. ഇതാ വഴി. ഞങ്ങള് ഇതൊക്കെയാണ് നമ്മുടെ ഈ എന്റെ മിറ്റം വരെ റോഡ് പണിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ കാട് പോലും വെട്ടി അവർ തരത്തില്ല. പിന്നെ എന്ത് ചെയ്യാൻ, വർഷം കൊണ്ടിരുന്നു. അതെ അതേപോലെ ഇതിന്റെ കാര്യമൊക്കെ. അപ്പൊ അത് നമ്മളിവിടെ ഈ ഇലക്ഷനും എല്ലാം കൊണ്ട് കാട്ടിൽ പോയാലും ഒരു പണിയൊന്നും ഇല്ല. അപ്പൊ അതിന് പോയിരിക്കുന്ന വീട്ടിൽ കിടക്കാം. ആന ശല്യമാണെങ്കിൽ ഇവിടെ കിടക്കാം എന്നും പറഞ്ഞാൽ ഞങ്ങള് ഇവിടെ അല്ലേ. അതേപോലെ ഇത് 2014 ഇട്ട പോസ്റ്റായത്. ഇതിനകത്ത് ഫീസ് ലൈറ്റ് ഉണ്ട്. ഇത് അകത്ത് മൊത്തം വയറിങ്ങാ, ബൾബ് വരെ ഇരിപ്പുണ്ട്. അത് റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് അവരൊന്നും ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യത്തേ ഉള്ളൂ. അത് കറണ്ട് ഇല്ല. 2014 എന്തോന്നും അറിയില്ല. പട്ടയത്തിന്റെ പേപ്പർ മൊത്തം ഉണ്ട്. അതുകൊണ്ട് എടുക്കാം. അത് പഞ്ചായത്ത് മെമ്പർ അയ്യോ ഞാൻ ജയിച്ചാൽ മറിച്ചു തരാം. ഇപ്പൊ ഈ വർഷവും പറഞ്ഞു, കഴിഞ്ഞ ഇലക്ഷനിലുള്ളവരും പറഞ്ഞു. ഈ വർഷം കോൺഗ്രസ് ജയിച്ചത്, UDF-കാര്. ഉഷയെന്ന് പറയുന്നത് അതാണ് വർഷമായിരുന്നു. അല്ല ഈ വീടിന്റെ മുറ്റത്ത് വരെ ബൾബ് വരെ ഇട്ടിട്ടുണ്ട്. വഴിവിളക്കുണ്ട്.
പക്ഷെ വീട്ടിന്റെ അകത്ത് ഒരു വയറിങ് പോലും എന്റെ സ്വന്തം പൈസ വെച്ച് വയറിങ് ചെയ്തിട്ടുണ്ട്. കേട്ടോ ഇനി ഇവിടെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് 1 മീറ്റർ വരും ഇവിടെ. അത് വന്നാല് അകത്ത് ഇതിനകത്തുനിന്ന് ഒരു കേബിൾ ഇവിടെ കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോ കറണ്ട് ആവും. കറണ്ട് ഇല്ല. ഇത് ബാത്റൂമിന്റെ പണി അവര് ഒരു 45 രൂപ എനിക്ക് തരണം. എനിക്ക് പൈസ അനുവദിച്ചെന്നും പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ എഴുത്തും കൊണ്ട് ആഫീസിൽ പോയപ്പം ഞങ്ങൾക്കറിയത്തില്ല, ഇയാൾ ബ്ലോക്കിൽ കൊണ്ടുപോകും. ബ്ലോക്കിൽ കൊണ്ടു കൊടുത്തോ പറയോ, എനിക്കറിയത്തില്ല, ഇയാൾ കൊടുത്തപ്പോഴേ തീ എടുത്തു വിടും. ഞാൻ ഈ കാലും വയ്യാതെ കടം മേടിച്ചൊക്കെയാ പോയത്. കടമൊക്കെ ഉണ്ട്. കടം ഞാൻ ഇട്ട് ഈ വീട് പണിതപ്പോഴേ ഞാൻ ഇട്ട്. അതുകൊണ്ട് നിൽക്കുന്നു. ഇതിന്റെ മെയിൻ്റനൻസ് ആണെങ്കിൽ 2014 കെട്ടിയ വീടാണിത്. ഇപ്പൊ എല്ലാവർക്കും ഇവിടെ മെയിൻ്റനൻസിന്റെ പൈസയും കൊടുത്ത് മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം കൊണ്ട് റെക്കോർഡ് മൊത്തം കൊടുത്തു. വില്ലേജ് സർട്ടിഫിക്കറ്റ് അത് പ്രൊമോട്ടറെ കൊടുക്കാൻ പറഞ്ഞു. പ്രൊമോട്ടർ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അതും ഞാൻ കൊടുത്തു. എല്ലാ പേപ്പറും ഞാൻ എടുത്തു കൊടുത്തു. ആനയാണ് ഈ വട്ടയുടെ മേളിൽ കൂടെ ആന പോന്നു. പോയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചെറുക്കന്റെ വീട്ടിന്റെ മേലെ ഒരു വട്ടയ്ക്ക് ഒത കൊടുത്തത്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന വീടിന് വീട്ടു നമ്പർ ഇല്ല. പക്ഷേ പഞ്ചായത്ത് ചെല്ലുമ്പോൾ ഇവരുടെ വീടിന് കറണ്ട് ലഭിക്കണമെങ്കിലും നമ്മുടെ വീടിന്റെ എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും നമ്മുടെ കരമടച്ച രസീത് വേണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടു നമ്പർ വേണം. പക്ഷെ റേഷൻ കാർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും റേഷൻ കാർഡുണ്ട്, ആധാറുണ്ട്, വോട്ടുമുണ്ട്. പക്ഷെ ഇല്ലാത്തത് അടിസ്ഥാന സൗകര്യങ്ങളാണ്. വീട്ടിൽ കറണ്ടില്ല, വീട് തേച്ചിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ ആരും വന്ന് കാണുന്നില്ല. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കണ്ടെത്തിയാണ് പുറം ലോകത്തെ ഇതൊക്കെ അറിയിക്കുന്നത്. ഞങ്ങൾക്ക് വീട് നല്ല വൃത്തിയാക്കി തരണം. കറണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. രാത്രി ഇരുട്ടിലൊക്കെ ഞങ്ങള് ചോറുണ്ണുന്നു. വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല. മണ്ണെണ്ണ കിട്ടുമോ? മണ്ണെണ്ണ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണെണ്ണ 1 ലിറ്റർ മണ്ണെണ്ണ കിട്ടത്തുള്ളൂ. അതേ ഉള്ളു ഇപ്പൊ കിട്ടുന്നത്. അല്ല കൂടുതൽ തരത്തില്ല. നേരത്തെ കൂടുതൽ തന്നോണ്ടിരുന്നേ, ഇപ്പൊ അതും ഇല്ല. രാത്രി ഒരു ആശുപത്രിയിലൊക്കെ പോകാൻ എന്തെങ്കിലും പ്രശ്നം? രാത്രിയൊക്കെ ആശുപത്രി പോകണമെങ്കിൽ എടുത്തോണ്ടില്ല, മെയിൻ റോഡ് വരെ കൊണ്ടുപോകണം. എന്നെ പല പ്രാവശ്യം അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ തന്നെ എടുത്തോണ്ടില്ല, അക്കരെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇങ്ങാർക്ക് വയ്യാതായപ്പം പൊല്ലൂര് പമ്പിളിൽ കൊണ്ടുപോയി നോക്കിയിട്ട് പിന്നെ പൊല്ലൂര് രാത്രിക്ക് ഞങ്ങൾ രണ്ടും കൂടെ അക്കരെ പോയിട്ട് ജീപ്പ് കയറി അങ്ങ് പോയത്. കാലൊക്കെ തളർന്നതാ. ബിപി കൂടി അങ്ങനെ തളർന്നതാ. എനിക്കും വയ്യാത്തയാ. എനിക്കാണ് ടിവിയുടെ അസുഖമുണ്ട്. പക്ഷെ ഞാനിപ്പോ ഞങ്ങള് 2 മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. പക്ഷെ മരുന്ന് ഇഷ്ടംപോലെ ഇരിക്കുക. നമുക്ക് നല്ല മരുന്ന് പൊല്ലൂരൊക്കെ പോയി മേടിച്ചു കുടിക്കാനൊന്നും നിവർത്തിയില്ല. അതിന് നമുക്ക് പൈസ ഉണ്ടെങ്കില് നമ്മള് എവിടെങ്കിലും നല്ല ആസ്പത്രിയിലൊക്കെ പോയി മരുന്ന് മേടിക്കാൻ പറ്റും. അതും ഇല്ല. അങ്ങനെയൊക്കെയാ കിടന്ന് അനുഭവിക്കുന്നത്. വയ്യാതെ ഇത് എന്തോ ചെയ്യും. ബോർഡ് വെച്ചിട്ട് കറണ്ടും ഇല്ല. പോസ്റ്റില് വെട്ടം കൊണ്ട് ഈ മുറ്റത്തില് പന്നിയുടെ ശല്യാണോ അതുപോലെ ആന വന്ന് നിക്കും. ആനരാണ്ട ഇതിലേ പോകുന്നത്. അതിലേ അതിന്റെ വഴി അതിലേ ഉണ്ട്. ആനങ്ങ് പോവുക. ഇറങ്ങി വരും. ഇവിടെയൊക്കെ വരുന്നതാ. ഈ ഭാഗത്തൊക്കെ വോട്ട് മേടിക്കാൻ വന്നപ്പോ അവരെന്ത് പറഞ്ഞു? വോട്ട് മേടിക്കാൻ വന്നപ്പോ അവര് പറഞ്ഞ് കറണ്ട് വയറിങ് ചെയ്ത് തരാം, ഇത് വീട് വൃത്തിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെല്ലാം കൊണ്ടുപോയവര്. ഇപ്പം കറണ്ട് വോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോ എന്തോന്ന് ഒരു തീരുമാനം അറിയത്തില്ല. വോട്ടൊക്കെ കഴിഞ്ഞ് ഇനി കറണ്ടൊക്കെ ഇട്ട് തരുന്നോ, ചെയ്തു തരുന്നോ? ഞങ്ങൾക്ക് വെട്ടമില്ല, വെളിച്ചമില്ല. ഇതുപോലെ ഇരുട്ടിനകത്ത് ഞാൻ ചോറുണ്ണുന്നത്. തീ കത്തിച്ച് ഞാൻ ചോറുണ്ണുന്നത്. ഇപ്പം രാത്രി ഞങ്ങൾക്ക് മണ്ണെണ്ണ ഇല്ല. അതാ അടുക്കള. അത്രേ ഉള്ളു. അല്ല അതേ ഉള്ളു. അവിടെ മറിഞ്ഞില്ല. അതേ ഉള്ളു. പിന്നല്ലാതെ എന്തോ ചെയ്യും? ഇത് അടുക്കള മുറിയാണ്. അതിന്റെ ഫ്രണ്ട് ചെല്ലുമ്പോഴേ
ഇത്തിരി കഴിയുമ്പോ ഭയങ്കര ഇരുട്ടായിരിക്കുമല്ലോ. പിന്നല്ലാതെ ഇരുട്ടി കഴിഞ്ഞാൽ ഞാനങ്ങ് മുറ്റത്ത് പോലും പോയി ഇറങ്ങത്തില്ല. കേട്ടോ, ഈ കട്ടിലില്ല. എല്ലാവർക്കും പഞ്ചായത്തിന്റെ പൈസ ചെന്നവർക്ക് 55-45 വയസ്സുള്ളവർക്ക് കട്ടില് ഒക്കെ കൊടുക്കും. എന്റെ വീട്ടിലാണെങ്കിൽ ഞാനിപ്പോ ഒരു പലക വാർപ്പ് എന്നുള്ള പലകയാണ് ഞാൻ അടിച്ചു കൂട്ടിയത്. ഇതിലാണോ നമ്മള് കിടക്കുന്നത്? ആ, ഇതാകെ ഞങ്ങള് കിടക്കുന്നത്. അല്ല, വേറെ കട്ടിലൊന്നും അല്ല ഇത് കേട്ടോ. പലക, വാർപ്പിന്റെ പലക ബാക്കി വന്നത്. ഇരിക്കുന്ന പലകയ്ക്കകത്താ കിടക്കുന്നത്. ആ, അതേ ഉള്ളു, അതേ ഉള്ളു. കിടക്കാൻ പറ്റും ഇതിനകത്ത്? കിടക്കും, ഞങ്ങൾ വായിക്കാം. അല്ല, കിടക്കാതെ എവിടുന്നാണ് കിടക്കാക്കാത്ത? അല്ല പിന്നെ ഇവിടെ അതിനകത്ത് കിടന്നേ പറ്റി. ഇവിടെ മീറ്റർ എല്ലാം ഉണ്ട് അകത്ത്, സ്വിച്ച് ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട്, വയറിംഗ് ചെയ്തു. എല്ലാം ഉണ്ട് സാറേ. അതാണ് സ്വിച്ച് ബോർഡ്. ഇത് മൊത്തവും ഞാൻ സ്വന്തമായിട്ടാ മേടിച്ച് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അവിടുത്തെ ആ മീറ്റർ മാത്രം സർക്കാരിന്റെ ഒരു മീറ്റർ കിട്ടാനാണ്. ഇത് തീ ഇടുക. പോകണ്ട പോന്നേ. അതെ അതെ. അല്ലാതെ നമ്മളെന്ത് ചെയ്യാനും. സർക്കാർ ഇതൊരു സൂര്യപാന്റെ അത് തരുമോ? അതും ഇല്ല. ഇത് അവരെന്തോ തരും? ഒന്നും തരത്തില്ല. എനിക്കൊരു റേഡിയോ ഉണ്ട്, അതിന്റെ വാർത്ത കേൾക്കുന്നു, കാര്യങ്ങൾ അറിയുന്നു. നിങ്ങളെ പോലുള്ളവരൊക്കെ ചാനലുകാരൊക്കെ ഉണ്ട്. അപ്പൊ ആരെങ്കിലും ഇതൊരു അന്വേഷണ ഓഫീസർമാരിപ്പോ മുഖ്യമന്ത്രി ഇന്നലെയും പറയുന്ന കേട്ടു, ഒരു വീടുകളിൽ തിരക്കാൻ ആള് വരും, കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം, കിട്ടാതെ കിട്ടിയത് ഒക്കെ പറയണം എന്നൊക്കെ ഇന്നലെ വാർത്തയിലുണ്ട്. അപ്പൊ അവര് വരുമ്പോ ഇതുപോലെ ഞങ്ങൾ പറയാൻ പറ്റും, അല്ലാതെ ഒന്നും പറയാൻ ഒക്കത്തില്ല. ആനകളുടെ സഞ്ചാര മേഖലയാണ്. ഇപ്പൊ 3-4 ദിവസം കൊണ്ട് ഇച്ചിരി കുറവുണ്ട്, കേറുന്നില്ല. ഇല്ല, അവരുടെ ഷെഡിന്റെ അക്കരെ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ പരശുരാമൻ, അവരുടെ വീട്ടിൽ വന്ന് ആന അലറും, എന്നിട്ട് അവരെ അറിയുന്നത്. പിന്നെ ഈ ലൈറ്റിന്റെ ഈ വഴിവിളക്കിന്റെ വെട്ടം കണ്ടായിരിക്കും അത് കരയുന്നത്. അല്ലോ എന്തോ ഇല്ലെങ്കിൽ അറിയത്തില്ല, കരഞ്ഞില്ലേ അറിയത്തേ ഇല്ല. അപ്പൊ അവരും അങ്ങനെ പേടിച്ച് അവിടെ കിടക്കുക. നമ്മളും അതേപോലെ തന്നെ ഞങ്ങളുടെ പിള്ളേരും എല്ലാം അവിടെ ചെന്ന് ഓടിക്കും. ഇതിന്റെ അകത്ത് കയറി ആന ഇതിലേ വരും. ഈ വട്ടയുടെ ഇടയ്ക്കൂടെ ലൈറ്റിന്റെ ഈ ടോർച്ചിന്റെ വെട്ടം കൊണ്ടാണ് ആനയെ കാണുന്നത്. ആ, പുലിയുണ്ട് സാറേ. അതും ഇപ്പൊ ഈ ഇവിടെ പന്നിയൊക്കെ സർക്കാർ കുറച്ചുകാർ വിടുവിച്ചതുകൊണ്ട് അപ്പൊ അതിന് പിന്നെ വന്നിട്ടില്ല. എന്നാൽ പുലിശല്യം ഉണ്ട്. ആര്യങ്കാവ് അച്ഛൻകോവിൽ ഗിരിജൻ കോളനി 1-ാം വാർഡിലെ ബാലൻചേട്ടന്റെ വീട്ടിൽ വന്നതാണ്. അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനത്തിലെ ഒരു കാഴ്ചയാണ്. ഇതൊക്കെ പറയുമ്പോൾ പലർക്കും വിഷമമുണ്ടാകും. ഒരുപാട് പേര് ഇതിനെതിരായിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ അത് രാഷ്ട്രീയ തിമിരം ബാധിച്ചവരോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ വിഷമങ്ങൾ അറിയാത്തവരാണ്. ഞാൻ ഈ കാണുന്ന കാഴ്ച വളരെ ദയനീയമായൊരു കാഴ്ചയാണ്. ബാലൻചേട്ടനും ഭാര്യ യശോദ ചേച്ചിക്കുമൊക്കെ വെട്ടം കാണാനുള്ള അവസരം പഞ്ചായത്ത് മെമ്പർ ആര് ജയിച്ചാലും അദ്ദേഹം ഒന്ന് തീരുമാനിച്ചാൽ ഇരട്ടത്തിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. അടച്ചുറപ്പില്ലാത്ത വീടാണ്. ഇവർക്ക് പ്രകാശം കിട്ടുവാനുള്ള ഒരു അവസരം അധികാരികൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ ഈ യാത്ര നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അടുത്ത വെളിച്ചം കാണുമ്പോൾ ആ വെളിച്ചത്തിലേക്ക് ഞങ്ങളും എത്തും.